2 ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ആസലെ കോലങ്ങള്. ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ നേരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണ കാണിച്ചു തരാം ഞാൻ. ഓ ഓടാ, അത് ഞാൻ ഇന്നലെ വലിച്ചേരി കളഞ്ഞു. അതില് കാര്യമായിട്ടൊന്നുമില്ല. അവന്റെ ഒരു നാണം കണ്ടില്ലേ? ഓ, ഇന്നാർക്കും കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ, മണി 9 കഴിഞ്ഞാ. വേഗം വാടാ. എന്താ അയ്യോ, എന്താ ഇപ്പൊ അവരുടെ ഒരു തിരക്ക്? ഓ, എടാ ഉരുണ്ട് പറഞ്ഞ് വീട് കയ്യും കാലും അടിക്കാനുള്ള മെല്ലപ്പോ. ഓ ശരിയേ, ഞങ്ങൾ നോക്കിക്കോളാവേ. എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. സാറേ ഇത് ഒപ്പിടാൻ. അതിൽ ഞാൻ ഒപ്പിടും. ഞാൻ ഒപ്പിട്ടോടോ. മൊട്ടത്തലയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും. സാറേ രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ. അല്ലെങ്കിൽ ഞാൻ കൊറേ അങ്ങ് ഉണ്ടാക്കും. മണി 11 നിങ്ങൾ എവിടെ പോയി എന്റെ കർത്താവേ? എത്തിയോ കാലമാര്? ഇങ്ങോട്ട് പാത്രം ഇങ്ങോട്ട് കാട്ടാ. ആ 2 വേണ്ട, 1 മതി. ചേട്ടാത്തിയെ, ഇതില് കൊള്ളാവുന്ന പീസൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ? കൊള്ളാവുന്ന പീസൊക്കെ നിന്റെ മൊബൈലിലല്ലേ? മേരിച്ചേടത്തിയത് എപ്പ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ, കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. വെള്ളം കൂടെ അവന്. പാണ്ടാറാടുകാര് ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കട്ടൻ കാപ്പി. ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളൂ. നല്ല പഠിത്തം. ഓ, കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ, എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. എന്റെ കർത്താവേ, എന്റെ ഈശോയെ, ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ. എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. അയ്യോ 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 അയ്യോ, ഡ്രാക്കുള. നിങ്ങളിങ്ങനെ ഇത് ഞാനടാ ചേട്ടത്തി. നിങ്ങളിങ്ങനെ ഈ സിനിമയിൽ വന്നേ? സിനിമയാ? എടാ, നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേര് 3 മണിക്കിടയിട്ട് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ മോൻ പ്രേതം പടം കണ്ടോണ്ടിരിക്കുക. എടാ പേടിത്തോണ്ട നീ എങ്ങനെ SSFU ആയത്? അതല്ല, നിന്റെ കൂട്ടുകാരൻ എവിടെ? അവനോ? അവനിവിടെ എവിടെയോ. അല്ല, ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ? ചേട്ടത്തി, എന്റെ കർത്താവേ, ഇവനിത് എന്ത് പറ്റിയും 3 മണി നേരത്ത്? ഇവന് വട്ടായോ?
മോനെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തൻ നീയേ ഉള്ളൂ. മോൻ നന്നായി വരും. മറ്റുള്ളവന്മാരുടെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. മോൻ ഇവിടെ ഇരുന്ന് വായിച്ചോ, നേരം വെളുക്കോളിരുന്ന് വായിച്ചോ. അതിന്റെ റൂട്ട് കത്ത വായന. എന്താണ് മൂത്രം ഒഴിക്കാൻ പറ്റുന്നതാ. അറിയാതെ ലേഡീസ് ടോയ്ലറ്റാ. അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല. ഇവന്റെ എവിടെ പോയി? എടാ ഒന്ന് വേഗം വാടാ, കേറിടാ. ഒന്ന് പാടാ. എനിക്കും തോന്നി. അത് പിന്നെ അത്യാവശ്യമായതുകൊണ്ടാ. ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ ഇല്ലല്ലോ തനിക്ക്? പോയെ. എന്താണോ ഒരു ചുറ്റിക്കളി? പോട്ടെ. സ്വപ്നം കാണായിരുന്നു അല്ലേ? പറ്റിയ സമയം. അത് പിന്നെ അല്ല മോളെ, എന്ത് സ്വപ്ന കണ്ടത്? സ്വപ്നത്തിൽ രാത്രിയാണോ പകലാണോ? ഈ പ്രായത്തിൽ ഞാനും കുറെ കണ്ടതാ. ഇപ്പോഴും കണ്ടോണ്ടിരിക്ക. ഒരു പ്രയോജനമില്ല. നടക്കട്ടെ നടക്കട്ടെ. ഇത് പിടിച്ചു. തോലച്ച് ഇനി നോക്കി കളിക്കാം. ദാ പിടിച്ചോ. നീ കൊണ്ടുപോടാ. നീ വരയ്ക്കോ. ഇനി നിന്റെ കളി. നിന്റെ കളി. ബാബാ ഫസ്റ്റ് നീ ഇടറാ. എന്നാലും എന്തായിരിക്കും? കിങ്ങോ വേറെന്തെങ്കിലും ആണോ? ഞാൻ വെട്ടി. എടാ റാണി ചേച്ചി ക്യാൻറ്റീനിലേക്കാണോ? ക്യാൻറ്റീനിലേക്കല്ലാതെ പിന്നെ ക്യാബറയ്ക്കാണോ? കണ്ടാലങ്ങനെ തോന്നും. ഞാനൊരു കുശലം ചോദിച്ചതല്ലേ എന്റെ ചേച്ചി. നീ കൊറേ കുശലം പറയും, എനിക്കറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഈ റാണി ചേച്ചിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്റെ പൊന്നു മോനെ, വലിയ പെരുന്നാൾ വന്നിട്ട് ഉപ്പുപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നല്ലേ ഇത്? ഒന്ന് പോ എന്റെ റാണി ചേച്ചി. എന്റെ പാടത്ത് തന്നെ വേണോടാ നിനക്ക് എന്താ വിളവിളക്കാൻ? മനുഷ്യ ഇത്? പിന്നെ ഒരു ക്യാരറ്റ് എടുക്കാൻ. എന്റെ പെണ്ണുമ്പിളടുത്താണ് നിന്റെ ക്യാരറ്റ് കച്ചവടം. മനുഷ്യ, ഒരുമാതിരി വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ, കെട്ടിയവനാണ് കോളേജാണെന്ന് ഞാൻ നോക്കില്ല. എന്നെ തനി കൊണ്ടു പഠിപ്പിക്കരുത്. ഒരു വേണ്ടതിനായിട്ട് വന്നോളൂ. ഇവർക്കൊക്കെ മോഹിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും കെട്ടിപ്പോയില്ലേ, ചുമന്നല്ലേ പറ്റൂ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ചാരുചിത്രത്തിലെ വീരാംഗനയവൾ, സ്വപ്നാംബരത്തിലെ ചന്ദ്രലേഖ. എന്നും പ്രഭാതങ്ങൾ എന്ന പോലെ കാണാൻ കൊതിക്കുന്ന കാഴ്ച പോലെ ഇവൾ. വന്നു ദാ പോയി. എന്താടാ എത്ര കർക്കിടകം വന്നു പോയി. ഇതിനൊന്നും ചാക്കാലേല്. പ്രേം സാർ, എന്താടേ? ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു.
നിന്റെ പ്രായതല്ലേ, സംശയം ഉണ്ടാവും. ചോദിക്ക്. ടിയാമോ? ചായ കുടിച്ചോന്ന്. മാഷെ അതല്ല, ഈ ടിയാമോ എന്ന് പറഞ്ഞാൽ എന്താ? ടിയാമോ എന്ന് വെച്ചാ അതൊരു സ്പാനിഷ് വാക്കാണ്. അതിന്റെ അർത്ഥം ഐ ലവ് യു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ആദ്യാനുരാഗം. മാഷെ ഒന്നുകൂടി, ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീട് ഉണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? എടാ, നീയൊക്കെ എന്നെ പറ്റി എന്തോന്ന് വിചാരിച്ചത്? കാര്യത്തിലൊന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെയൊക്കെ ഒരു വാദ്യാരല്ലടേ. സോറി സാർ. അതിപ്പോ ഞാൻ നിനക്ക് എങ്ങനെ പറഞ്ഞു തരും? വാ വാ വാ. ചെല്ല് ചെന്ന് ചോദിച്ചാണ് ഉത്തരം കൊടുത്തിട്ട് വാ. നിന്റെയൊക്കെ സമയടാ. നമ്മൾ വന്നിട്ടുണ്ടെന്ന് കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂരേ ദിവസം വല്ലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൊയ്തീനൊക്കെ മജീദൊക്കെ? അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട്, മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണുണ്ടെന്ന്. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റലുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് അവന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീഷെ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുക മജീദേ, നീ പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ചിലെ ഊർമി. അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടുങ്ങൾ അറിയണ്ട്. ഞാൻ മലപ്പുറം കത്തിങ്ങോട്ട് ഇത് മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അത്തീശ പിടിച്ചോ. എല്ലാത്തിനും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ച ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കും. ആരും പോയിരിക്കില്ല. നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ മഞ്ചേരി മജീദിന്റെ. മജീദെ കുടിന് ഇവൻ ശരിക്കും മൂടി വന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളി കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുറച്ച് നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചോനായിരിക്കും. നീ ഉറിഞ്ഞു പിടിച്ചിരിക്കുന്നേ കണ്ടാത്തുണ്ടോ മനസ്സിലാക്കുന്ന എനിക്കൊന്നും അറിയില്ല.
ഓന്റെ ഉറുമി കണ്ട അതൊന്ന് വീശിയാ മതി 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിന്നിപ്പോ എന്താ ചെയ്യാ? ഇക്കുളത്തിൽ മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടം ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ, ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാൻ അറിയാം. ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ, മലപ്പുറം പോയി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ. നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുവറോണ്. നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോടാ കള്ളച്ചക്കൻ. കുറെ നേരം തുടങ്ങിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ ഈ കേട്ടിട്ടുണ്ടോ? പടകര പങ്കുല്ലാചാരെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ, ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വലുതേ കാണിച്ചോടാ. ശരി, സകല ഗുരുശേഖന്മാരെ ബിസ്മില്ലാഹി. ആദ്യം അഖിലാണ്ട കണക്ക് കുതിച്ചു മാറി ഇതൊരാഴ്ച കടകൻ ഉറങ്ങുന്ന പ്രതിയോഗി സുഷുപ്തി ഉറക്കം ആണെന്ന് കുത്തി ആ തണുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തണുത്ത് എഴുത്ത് വീണ്ടും ഒക്കെ ഇങ്ങനെ കുട്ടിക്കേരളം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. അന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഇരിക്കുമല്ലോ. എന്നെ കൊണ്ടാണ്. ഇവനാണ് എന്റെ മോളെ കെട്ടാൻ പോണേ. നിങ്ങളെല്ലാം നോക്കി രസിക്കുക. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് തല്ലി പരിച്ച ആർക്കാ ചെയ്തം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാവരും പോകാനല്ലേ പറഞ്ഞു? നിങ്ങൾ ഹൈദ്രോസ്കാരം കൊണ്ട് പോ. വീട്ടിൽ കൊണ്ട് മകളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോലക് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നാടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോണോർക്കും. എന്റെ റബ്ബേ, ഒരു കുപ്പായം പിന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കച്ചറയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരെടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ 2 എണ്ണം. എന്റെ ആമനോ ഒയ്യൊന്ന് കാണണ്ടതാ. അന്റെ പേരാവും പീഡയ്ക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ, പറഞ്ഞപ്പോ വിശ്വാസായില്ല. പക്ഷേങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടിയെ അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരിയും എടുത്ത ഞമ്മള് റേസം മേടിച്ചിട്ട് തരാം. ഈ എന്തിനാ പേടിക്കണ്? സന്തോഷിക്കല്ലേ വേണ്ടിയത്. എന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ. ആ ചെക്കന് ഇന്ന് വെച്ച ജീവന.
വാടാ. 1 2 3 4 എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6 നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാ. 4 5 6 7 7 8 എനിക്ക് തലകറങ്ങണോ. 8 7 അള്ളാഹു 2 ദിവസം 5 ദിവസം നാടാ. ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനവിടെ അസീസ്. ഇനി ഇവിടെ മറ്റേ വന്ന ഷെയ്ത്താൻ. ആര്? മൂരി. അല്ല എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസേ അസീസേ. അല്ല ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരു പക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി മനസ്സിൽ വരും. യാതൊരു സംശയമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്. അതെന്നെ ഞാൻ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഓൾക്കെന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്നാ? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേട് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടോ എങ്ങനെ വിളിക്കാം. മനസ്സിലൊരു തോന്നൽ ആവിനൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവും. ആളിറങ്ങാനുണ്ട്. ആ കുന്നത്തങ്ങാടി ഇറങ്ങാനുള്ളവർക്ക് മുന്നോട്ട് വന്നേ. കുന്നത്തങ്ങാടി കുന്നത്തങ്ങാടി. അത് വേഗം ഇറങ്ങിക്കേ. ഒന്ന് മാറി നിക്കടാ. പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിൽക്കാൻ എന്തൊരു ഇഷ്ടം. മധുര 17 എന്താണെങ്കി പറഞ്ഞേ? എടാ കണ്ണ സുഹറേ, അനക്കെന്നെ അറിഞ്ഞൂടാ. ഒന്ന് ഇറങ്ങണല്ലേ, അല്ലെ പിടിക്കാൻ പുറത്താക്കും. ആരെന്റെ കണീശുമാനെ പിടിച്ച് പുറത്താക്കാൻ തന്നെ നമുക്ക് എന്റെ കൈ ഞാൻ പറ്റൂ. ഈ തള്ളയുടെ കാര്യം. ആരെന്താ എന്റെ തള്ള? ഇന്നെ പുറത്താക്കാൻ വരെ ചെയ്യിച്ചാല് ആടാ നമുക്ക്. എല്ലാവരും 1 ഗുണം 6 സമം 6 2 ഗുണം 6 കല്ലുകളി. സ്കൂൾ വരാണ്ട് ഇവിടെ കളിക്കാനായിട്ട് വരാണ്ടല്ലേ ഇത്? ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? നോ നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാ മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയോ? മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാണെന്നറിയോ?